ഇതാരാണ് റഹീം? ആ MA ഉണ്ട് അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റിയുടെ. അദ്ദേഹം LLB ഉള്ള ആളാണ്. അദ്ദേഹത്തിന് PhD ചെയ്യാൻ 3 ലക്ഷം രൂപയോളം സർക്കാർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇംഗ്ലീഷിൽ 1-2 സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് റഹീമിന്റെ കുഴപ്പമല്ല, നമ്മളെ സിസ്റ്റം അത്ര കണ്ട റോട്ടൺ ആണ്. ഇനി വാഴക്കുല PhD കേരളത്തിൽ വിവാദമായി. ചിന്താ ജെറോമിന്റെ PhD, ഈ PhDക്ക് ഗൈഡ് ചെയ്ത ഗൈഡിനെയാണ് പിടിക്കേണ്ടത്. അവരുടെ ഇംഗ്ലീഷ് സംസാരം കേട്ട് മലയാളം മീഡിയത്തിലെ കുട്ടികൾ പോലും ചിരിക്കുകയാണ്. അപ്പൊ എങ്ങോട്ടാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം പോകുന്നത് എന്നതിന്റെ സ്പെസിഫിക് മോഡൽസ് ആണ് റഹീമും ഈ ബിന്ദുവും എസ്പെഷ്യലി ചിന്താ ജെറോമും ഒക്കെ. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളക്കര ഏറ്റവും അധികം ചർച്ച ചെയ്തതും ഒരുപക്ഷെ കളിയാക്കിയതും നമ്മുടെ രാജ്യസഭ MP ആയിരിക്കുന്ന A റഹീമിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ ആയിരിക്കും. A റഹീം എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി നിർത്തി കഴിഞ്ഞാലും അവിടെ ഉയരുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഇത്രയധികം ബിരുദങ്ങളുള്ള LLB ബിരുദം പോലുമുള്ള ഒരു വ്യക്തിയുടെ ഇംഗ്ലീഷ് എന്തുകൊണ്ടാണ് ഇത്രയും മോശമാകുന്നത്? ഇത് ഒരുപക്ഷെ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പിടിപ്പുകേടിനെ കുറിച്ചല്ലേ? ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായിട്ടുള്ള ഡോക്ടർ ഋഷിത് പാനൂരാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ മാത്രമേ 4 തരത്തിലുള്ള കോളേജുകൾ നിലനിൽക്കുന്നു. ഒന്ന് ഗവൺമെന്റ് കോളേജുകൾ. കേരളത്തിലാകെയുള്ള ഗവൺമെന്റ് കോളേജുകൾ 30% ആണെങ്കിൽ 70% കോളേജുകൾ എയ്ഡഡ് ആണ്. എയ്ഡഡ് ആരുടെ കയ്യിലാണ് ഉള്ളത്? ഹിന്ദു മീൻസ് SNDP NSS, ക്രിസ്ത്യൻ മുസ്ലിംസിലെ വിവിധ വിഭാഗങ്ങൾ. ഇത്തരം കോളേജുകളിൽ ഏതാണ്ട് 180 കോളേജസ്, 1-2 കോളേജുകൾ ഒഴികെ സെന്റ് ബെർഗ്മാൻസ് കോളേജ് ചങ്ങനാശ്ശേരിയും PSMO കോളേജ് തിരൂരങ്ങാടിയും ഒഴികെയുള്ള കോളേജുകളെല്ലാം, പോസിബിൾ എക്സെപ്ഷൻസ് വേറെ ഉണ്ടാകാം, വലിയ തോതിൽ മോർ ദാൻ 1 crore ഒക്കെയാണ് ലെക്ചറർ പോസ്റ്റിന് വാങ്ങുന്നത്. അതായത് എല്ലാ യൂണിവേഴ്സിറ്റി ക്വാളിഫിക്കേഷൻസ് അവർ നിർദ്ദേശിക്കുന്ന ഇസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായാലും 1 കോടിയും അതിലധികവും. ഹയർ സെക്കൻഡറിക്ക് എയ്ഡഡ് 60-70 ലക്ഷം വരെ പോകണം. ഹൈസ്കൂളും ഏതാണ്ട് 50-60 ലക്ഷം വരെ. അപ്പോയിന്റ്മെന്റ് PSCക്ക് വിടുക എന്നുള്ളത് ബേബിയുടെ ഒരു പ്രഖ്യാപിത നയമായിരുന്നു. പക്ഷെ നടന്നു? ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് മാനേജ്മെന്റ് കോടികൾ സമ്പാദിക്കുകയും ഗവൺമെന്റ് സാലറി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടോ? ഇനി മറുഭാഗത്ത് വരുമ്പോൾ കേരളത്തിലെ 33% കുട്ടികളുള്ളത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസ് ആണ്. അതേപോലെ സെൽഫ് ഫൈനാൻസ് കോളേജുകൾ, സമാന്തര കോളേജുകൾ. അവിടെ ടീച്ചേഴ്സ് അനുഭവിക്കുന്ന പെയിൻ, നരകം എന്നൊരു സങ്കല്പമുണ്ടല്ലോ, നരകത്തിലെ വിറകായി മാറുകയാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 10,000-കണക്കിന് ടീച്ചേഴ്സും ഓഫീസ് സ്റ്റാഫും. 5,000-നും 15,000-നും ഇടയിലാണ് അവരുടെ സ്കെയിൽ. ഇതൊന്ന് മാറ്റിപ്പണിയാൻ, റീകൺസ്ട്രക്ട് ചെയ്യാൻ ഗവൺമെന്റിന് ഒരൊറ്റ ഓർഡറേ വേണ്ടു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിൽ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് സ്റ്റാഫിന്റെ വേതനം ഇത്ര കൊടുക്കണം. സർക്കാർ സാലറി അല്ല പറയുന്നത്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ പണം കൊടുക്കണം. ഇപ്പം പ്രൈവറ്റ് നഴ്സിംഗ് ഹോമിലെ നഴ്സുമാരുടെ പ്രശ്നം ഇടതുപക്ഷം തന്നെയാണ് നല്ല രീതിയിൽ സോൾവ് ചെയ്തത്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള കച്ചവടത്തെ കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. ഒരു കാര്യം. രണ്ടാമത്, അടിതൊട്ട് മുടിവരെ ഇവിടെ പൊളിറ്റിസൈസേഷനാണ്. VC ആരായിരിക്കണം തീരുമാനിക്കുന്ന ആരാ? പൊളിറ്റിക്സ് ആണ്. ഇപ്പൊ സിസ തോമസിന്റെ കാര്യം, ക്വാളിഫൈഡ് ആണ് സിസ തോമസ്. ആ പോസ്റ്റിനിരിക്കാൻ അവർക്ക് യോഗ്യതയില്ല എന്ന് ആരും പറയില്ല. സിസ തോമസിനെ കഴിഞ്ഞ് ഗവർണർ അപ്പോയിന്റ് ചെയ്തപ്പോൾ വലിയ അട്ടഹാസങ്ങളായിട്ടാണ് അന്ന് രാഷ്ട്രീയ കോമാളികൾ രംഗത്ത് വന്നത്. സിസയോട് ഞങ്ങൾ കോപ്പറേറ്റ് ചെയ്യില്ല, അവരെ ക്യാമ്പസിലേക്ക് കടത്തിവിടില്ല, അവർക്കെതിരായിട്ട് സുപ്രീം കോടതി വരെ പോയി ഖജാനാവിൽ നിന്ന് പണമെടുത്ത് പൈസ ചെലവഴിച്ച് വീണ്ടും സിസ തോമസ് തിരിച്ചു വന്നിരിക്കുന്നു. ഇത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ രാജൻ അവിടുത്തെ VC ആയിരുന്നു, പിണറായി വിജയന്റെ നെയ്ബറാണ്, കഴിവുള്ള ആളാണ്. 60 കഴിഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കുന്നില്ല. ഇത്ര ഔട്ട്സ്റ്റാൻഡിങ് ആയ ഒരാൾ 2 കൊല്ലവും കൂടി ഇരിക്കട്ടെ. മറുഭാഗം സുപ്രീം കോടതിയിലേക്ക് പോയി, സുപ്രീം കോടതി പറഞ്ഞു 60 വയസ്സിൽ താങ്കൾ പിരിഞ്ഞു പോയിക്കൊള്ളൂ. ഇങ്ങനെ എവിടെ നോക്കിയാലും രാഷ്ട്രീയത്തിന്റെ ഒരു മത്സര കളരിയായി എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുമ്പോൾ കേരളത്തിലെ പാരന്റ്സ് ചിന്തിക്കുന്നത് കുട്ടികളെ ഹൈദരാബാദിലേക്കോ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കോ അല്ലെങ്കിൽ നോർത്തിലേക്കോ അയക്കുന്നതാണ് നല്ലത് എന്ന്. ഇപ്പോ മിക്ക കോളേജുകളിലും എസ്പെഷ്യലി ഗവൺമെന്റ് കോളേജസിൽ പല കോഴ്സുകൾക്കും കുട്ടികൾ ഇല്ലാതെ വരുന്നു. കേരളത്തിലെ പല യൂണിവേഴ്സിറ്റീസിനും ഇപ്പൊ VC ഇല്ല. കാരണം ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നു. ആരാകണം VC?
ഇന്ത്യ മഹാരാജ്യത്ത് എയ്ഡഡ് കോളേജുകളിൽ നിന്ന് വി സിയെ നിയമിക്കുന്ന സിസ്റ്റം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വി സി ആയിരുന്ന ഖാദർ മാങ്ങാട്, അയാൾ ഏബിൾ ആണോ അതല്ല വിഷയം, അദ്ദേഹം ഒരു എയ്ഡഡ് കോളേജിൽ അധ്യാപകനായിരുന്നു. സാധാരണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ നിന്ന് മാത്രമേ ഹയർ സെക്കൻഡറി ഡയറക്ടറെ എടുക്കാറുള്ളൂ. ഡിഒമാരെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് മാത്രമേ എടുക്കാറുള്ളൂ. ഇങ്ങനെ 100 കൂട്ടം അഴുക്ക് ചാലുകളായി മാറിയിരിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് നിങ്ങളുടെയും എൻ്റെയും കുട്ടികൾ പഠിക്കുന്നത്. ഇപ്പൊ റഹീമിന്റെ ഒരു വിഷയം എടുക്കുമ്പോൾ, റഹീം കർണാടകത്തിൽ അവിടെ ഡിമോളിഷ്ഡായ ആ വിക്ടിംസിനെ കാണാൻ പോയി, നല്ല കാര്യം. അതിന്റെ പിറകിലൊരു രാഷ്ട്രീയമായ ലക്ഷ്യം ഉണ്ടാവും. കാരണം സിദ്ധരാമയ്യ പറഞ്ഞു ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. പക്ഷേ അയാൾക്ക് അവിടുത്തെ വിക്ടിംസുമായിട്ട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, അറ്റ്ലീസ്റ്റ് 1-2 സെന്റൻസസ് പറയാൻ കഴിയുന്നില്ല. അദ്ദേഹം ഇങ്ങനെ ആംഗ്യ ഭാഷയിൽ കാണിക്കുകയാണ്. ബിൽഡിങ്സ് 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 എന്ന് പറഞ്ഞാൽ നമ്മൾ ഊഹിച്ചോളണം ബിൽഡിങ്സ് അടിച്ച് തകർത്തു എന്ന്. മറുഭാഗത്ത് ഷോപ്പുകൾ തകർത്തിട്ടില്ല. ലുക്ക് ലുക്ക് ദ ഷോപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഊഹിച്ചോളണം ആ ഷോപ്പുകൾ എന്തുകൊണ്ട് തകർത്തില്ല എന്ന്. ഇതാരാണ് റഹീം? MA ഉണ്ട് അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റിയുടെ. അദ്ദേഹം LLB ഉള്ള ആളാണ്. അദ്ദേഹത്തിന് PhD ചെയ്യാൻ 3 ലക്ഷം രൂപയോളം സർക്കാർ കൊടുത്തിട്ടുണ്ട്. ആ തീസിസ് അദ്ദേഹം ഇൻ ടൈമിന് കംപ്ലീറ്റ് ചെയ്യാതുകൊണ്ട് അവർ വാർണിംഗ് ലെറ്റർ അയച്ചപ്പോൾ തീസിസ് കംപ്ലീറ്റ് ചെയ്തു. ഇതെല്ലാം അദ്ദേഹം എഴുതിയത് ഇംഗ്ലീഷിലാണ്. എന്നിട്ടും ഇംഗ്ലീഷിൽ 1-2 സെന്റൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് റഹീമിന്റെ കുഴപ്പമല്ല, നമ്മൾ സിസ്റ്റം അത്ര കണ്ട റോട്ടൺ ആണ്. ഇനി കേരളവർമ്മ കോളേജിലെ ഇംഗ്ലീഷിന്റെ HOD ആണ് ബിന്ദു. ബിന്ദു ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അവരുടെ ഓറൽ ആയാലും അവരെഴുതിയ പ്രബന്ധങ്ങളാണെങ്കിലും കേരളത്തിലെ ഇംഗ്ലീഷ് എക്സ്പേർട്സിനെ ഒന്ന് കാണിച്ചു നോക്കും. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് മലയാളം പോലും അസംബ്ലിയിൽ നേരാം വണ്ണം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എ പീസ് ഓഫ് പേപ്പർ അതിൽ എഴുതി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇനി വാഴക്കുല PhD കേരളത്തിൽ വിവാദമായി. ചിന്താ ജെറോമിന്റെ PhD, ഈ PhDക്ക് ഗൈഡ് ചെയ്ത ഗൈഡിനെയാണ് പിടിക്കേണ്ടത്. കാരണം എന്തെഴുതി കൊടുത്താലും PhD കിട്ടും, രാഷ്ട്രീയ സ്വാധീനം എന്നല്ലേ ചിന്താ ജെറോമിന്റെ PhD. അവരുടെ ഇംഗ്ലീഷ് സംസാരം കേട്ട് മലയാളം മീഡിയത്തിലെ കുട്ടികൾ പോലും ചിരിക്കുകയാണ്. അത് മാത്രമല്ല, അവർ ഇംഗ്ലീഷിൽ എഴുതിയ പലതും യൂട്യൂബിലുണ്ട്. അപ്പൊ എങ്ങോട്ടാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം പോകുന്നത് എന്നതിന്റെ സ്പെസിഫിൻ മോഡൽസ് ആണ് റഹീമും ഈ ബിന്ദുവും എസ്പെഷ്യലി ചിന്താ ജെറോമും ഒക്കെ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ചളിക്കുണ്ടിലല്ല ഉണ്ടാകുക, നരകത്തിന്റെ മധ്യത്തിലായിരിക്കും.